ഓം നമോ നാരായണായ. നാരായണീയം ദശകം 16. നാരായണ അവതാരവും ദക്ഷയാഗവും. ഭഗവാന്റെ നരനാരായണ അവതാരത്തെക്കുറിച്ചും ദക്ഷയാഗത്തെക്കുറിച്ചുമാണ് ഈ ദശകത്തിൽ വിവരിച്ചിരിക്കുന്നത്. നരനാരായണ അവതാരത്തിനുള്ള ഒരു ആമുഖം വിവരിച്ചുകൊണ്ടാണ് ദശകം തുടങ്ങുന്നത്. ദക്ഷോ വിരിഞ്ചതനയോധ മനോസ്തനൂജാം ലബ്ധ്വാ പ്രസൂതിമിഹ ഷോഡശചാപകന്യാ ധർമ്മേ ത്രയോദശ ദദൗ പിതൃഷു സ്വധാം ച സ്വാഹാം ഹവിർഭുജി സതീം ഗിരിശേ ത്വദംശേ. സ്വയംഭൂവിന്റെ പുത്രി ദേവഹൂതി കർദമ പ്രജാപതിയെ വിവാഹം ചെയ്തു. അവർക്ക് ഭഗവാൻ തന്നെ പുത്രനായി കപിലമൂർത്തിയായി അവതരിച്ചു. അങ്ങേ ദേവഹൂതിക്ക് തത്വോപദേശം ചെയ്തു. ഇതാണ് നമ്മൾ കഴിഞ്ഞ ദശകത്തിൽ കണ്ടത്. സ്വയംഭുവ മനുവിന്റെ മറ്റൊരു പുത്രിയായ പ്രസൂതിയെ ബ്രഹ്മാവിന്റെ പുത്രനായ ദക്ഷ പ്രജാപതി വിവാഹം ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്നു. അവർക്ക് 16 പുത്രിമാർ ഉണ്ടായി. അവരിൽ സ്വധ എന്ന പുത്രിയെ പിതൃക്കൾക്കും സ്വാഹ എന്ന പുത്രിയെ അഗ്നിദേവനും ദക്ഷപ്രജാപതി വിവാഹം ചെയ്തു കൊടുത്തു. ഇളയ പുത്രിയായ സതിയെ ഭഗവാന്റെ തന്നെ അംശഭൂതനായ ശിവനും വിവാഹം ചെയ്തു. ഭഗവാന്റെ നാരായണ അവതാരം വർണ്ണിക്കുന്നു. മൂർത്തിർഹി ധർമ്മഗൃഹിണീ സുഷുവേ ഭവന്തം നാരായണം നരസഖം മഹിതാനുഭാവം യജ്ജന്മനീ പ്രമുദിതാ കൃതതുര്യഘോഷ പുഷ്പോത്കരാൻ പ്രവവൃഷുർനുനുവുസ്സുരൗഘ. ദക്ഷന്റെ 13 പുത്രിമാരെ ധർമ്മദേവൻ വിവാഹം ചെയ്തു എന്ന് പറഞ്ഞുവല്ലോ. ധർമ്മദേവന്റെ മൂർത്തി എന്നു പേരായ ഏറ്റവും ഇളയവളായ പത്നിയിൽ ലോകപൂജിതമായ തേജസ്സോടുകൂടി ഭഗവാൻ തന്നെ നരനാരായണന്മാരെന്ന ഋഷിമാരുടെ രൂപം ധരിച്ച് അവതരിച്ചു. ആ സമയത്ത് ആഹ്ലാദചിത്തരായ ദേവന്മാർ വാദ്യഘോഷം മുഴക്കുകയും പുഷ്പവൃഷ്ടി ചെയ്യുകയും ചെയ്ത് ഭഗവാന്റെ മഹാത്മ്യത്തെ സ്തുതിച്ചു. നരനാരായണ അവതാരത്തിന്റെ ഉദ്ദേശങ്ങളിലൊന്നായ ദുഷ്ടനിഗ്രഹം വർണ്ണിക്കുന്നു. ദൈത്യം സഹസ്രകവചം കവചൈപരീതം സാഹസ്രവത്സരതപ സമരാഭിലവ്യൈ പര്യായ നിർമ്മിതതപ സമരൗ ഭവന്തൗ ശിഷ്ടൈകകങ്കടമമും ന്യഹതാം സലീലം. മഹാശക്തനായ അസുരനായിരുന്നു സഹസ്രകവചൻ. 1000 പോർച്ചട്ടകൾ ധരിച്ചവനായതുകൊണ്ട് സഹസ്രകവചൻ എന്ന പേരിൽ പ്രസിദ്ധനായി. ത്രിലോകവും നിഷ്പ്രയാസം കീഴടക്കിയ സഹസ്രകവചൻ മുനിമാരെയും മറ്റും സദാ ഉപദ്രവിച്ചു വന്നു. 1000 സംവത്സരം തപസ്സു ചെയ്ത് സമ്പാദിച്ച ദിവ്യശക്തി ഉണ്ടായാലേ അവന്റെ ഒരു കവചം പിളർക്കാൻ സാധിക്കുകയുള്ളൂ. നരനാരായണന്മാരിൽ ഒരാൾ 1000 കൊല്ലം തപസ്സു ചെയ്യും, മറ്റേയാൾ അത്രയും കാലം യുദ്ധം ചെയ്യും. ഇങ്ങനെ ഊഴമിട്ട് തപസ്സും യുദ്ധവും 1000 സംവത്സരം വീതം നടത്തി നരനാരായണന്മാർ സഹസ്രകവചനെ ഒരു കവചം മാത്രമാക്കി എളുപ്പത്തിൽ നിഗ്രഹിച്ചു. ഈ സഹസ്രകവചനാണ് കർണനായി പുനർജനിക്കുന്നത്. നരനാരായണ അവതാരോദ്ദേശമായ ശിഷ്ടാനുഗ്രഹത്തെ വർണ്ണിക്കുന്നു. അന്വാചരന്നുപദിശന്നപി മോക്ഷധർമ്മം ത്വം ഭ്രാതൃമാൻ ബദരികാശ്രമമധ്യവാസി ശക്രോധതേ ശമതപോബല നിസ്സഹാത്മാ ദിവ്യാംഗനാ പരിവൃതം പ്രജിഘായമാരം. സഹസ്രകവചൻ എന്ന അസുരനെ വധിച്ച ശേഷം നാരായണനായ ഭഗവാൻ സഹോദരനായ നരനോടുകൂടി ലോകഹിതത്തിനായി മോക്ഷധർമ്മം ആചരിക്കുകയും ഉപദേശിക്കുകയും ചെയ്തുകൊണ്ട് ബദരികാശ്രമത്തിൽ വസിച്ചു. സ്വയം ഉപദേശിച്ച ധർമ്മം സ്വയം അനുഷ്ഠിച്ചാലേ ഉപദേശം സഫലമാവുകയുള്ളൂ. അനന്തരം നരനാരായണന്മാരുടെ ശാന്തിയുടെയും തപശക്തിയുടെയും ആധിക്യം കണ്ട് ദേവേന്ദ്രൻ അസൂയാലുവായി തീർന്നു. എന്നിട്ട് മുനിമാരുടെ തപസ്സിന് വിഘ്നം വരുത്തുവാൻ കാമദേവനെയും അപ്സര സ്ത്രീകളെയും അവരുടെ അടുക്കലേക്ക് അയച്ചു. ശ്രീനാരായണമൂർത്തിയുടെ കാമവിജയം വർണ്ണിക്കുന്നു. കാമോ വസന്തമലയാനിലബന്ധുശാലി
കാന്താകടാക്ഷവിശിഖൈർവികസദ്വിലാസൈ വിദ്യന്മുഹുർമുഹുരകമ്പമുദീക്ഷ്യ ച ത്വാം ഭീതസ്ത്വയാഥ ജഗതേ മൃദുഹാസഭാജ. അങ്ങനെ ദേവേന്ദ്രന്റെ പ്രേരണ നിമിത്തം കാമദേവൻ അപ്സര സ്ത്രീകളെയും തന്റെ സുഹൃത്തുക്കളായ വസന്തൻ, മലയമാരുതൻ എന്നിവരുമൊന്നിച്ച് നരനാരായണന്മാരുടെ തപസ്സിളക്കാനെത്തി. വസന്തകാലം, തെക്കൻ കാറ്റ് ഇവയെല്ലാം ഒരാളുടെ മനസ്സിൽ വികാരങ്ങൾ ഉണർത്തുന്നവയാണ്. അതുകൊണ്ടാണ് കാമദേവന്റെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവരുടെ സഹായത്തോടെ സുന്ദരികളായ അപ്സര സ്ത്രീകൾ തങ്ങളുടെ തെളിഞ്ഞ വിലാസങ്ങളോടുകൂടി കടാക്ഷങ്ങളാകുന്ന അമ്പുകൾ എന്നുവെച്ചാൽ കടക്കൺ നോട്ടങ്ങൾ വീണ്ടും വീണ്ടും പ്രയോഗിച്ച് നരനാരായണന്മാരുടെ മനസ്സിളക്കാൻ ശ്രമിച്ചു. ഇത്രയൊക്കെ ചെയ്തിട്ടും അവർക്ക് ഒരു ഇളക്കവുമില്ലെന്ന് കണ്ടപ്പോൾ കാമദേവന് ഭയമായി. എന്നാൽ ഭഗവാൻ ഭയപ്പെട്ടു നിൽക്കുന്ന ദേവേന്ദ്രനോട് ഒരു ദേഷ്യവും കൂടാതെ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു: ഭീത്യാലമങ്കജവസന്തസുരാങ്കനാവോ മന്മാനനം ത്യുഹജുഷധ്വമിതി ബ്രുവാണ ത്വം വിസ്മയേന പരിതസ്തുവതാമദൈഷാം പ്രാദർശയസ്വപരിചാരകകാതരാക്ഷി. സ്ത്രീ സൗന്ദര്യ വിലാസം കൊണ്ട് തന്നെ വശീകരിക്കാം എന്ന് കരുതിയ കാമദേവന്റെയും കൂട്ടരുടെയും മൗഢ്യമായ ചെയ്തികൾ കണ്ടിട്ട് ഭഗവാന് അവരോട് അനുകമ്പയാണ് തോന്നിയത്. കാമദേവ, വസന്ത, അപ്സരസ്സുകളെ, നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന വാക്കുകൾ കൊണ്ട് അവരെ ആശ്വസിപ്പിച്ചിട്ട് എൻ്റെ സമ്മാനം നിങ്ങൾ സ്വീകരിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് ഭയത്തോടെ തൻ്റെ നാലുഭാഗത്തു നിന്നുകൊണ്ട് സ്തുതിക്കുന്ന കാമാദികൾക്ക് അതുവരെ അവർ കാണാതിരുന്ന തന്നെ ശുശ്രൂഷിച്ചുകൊണ്ട് നിൽക്കുന്നവരായ അതിസുന്ദരിമാരായ തൻ്റെ പരിചാരകരെ ഭഗവാൻ കാണിച്ചു കൊടുത്തു. ശ്രീനാരായണ മഹർഷിയെ തോൽപ്പിക്കാൻ വന്നവർ തോറ്റു നാണം കെട്ട് മടങ്ങുന്നു. സമ്മോഹനായ മിളിതാ മദനാദയസ്തേ ത്വദ്ദാസികാ പരിമളൈ കില മോഹമാപു ദത്താം ത്വയാ ച ജഗൃഹുസ്ത്രപയൈവ സർവാസികർവശമനീം പുനരുർവശീം താം. സർവശക്തനായ ഭഗവാനെ മോഹിപ്പിക്കാൻ വന്ന കാമദേവനും കൂട്ടുകാരും ഭഗവാന്റെ പരിചാരകമാരുടെ സുഗന്ധമേറ്റ് മോഹിച്ചുപോയി. മാത്രമല്ല, തൻ്റെ ഊരുവിൽ നിന്ന് ഭഗവാൻ തൻ്റെ തുട സ്പർശിച്ചപ്പോൾ അവിടെ നിന്ന് അതിസുന്ദരിയായ ഒരു സ്ത്രീ ഉണ്ടായി. അതാണ് ഉർവശി. ആ ഉർവശി ദേവലോകത്ത് നിന്ന് വന്ന എല്ലാ സുന്ദരിമാരുടെയും സൗന്ദര്യമെന്ന അഹങ്കാരത്തെ നശിപ്പിക്കുന്ന തരത്തിൽ അതീവ സുന്ദരിയായിരുന്നു. അങ്ങനെയുള്ള ഉർവശിയെ ഭഗവാൻ കാമാദികൾക്ക് സമ്മാനമായി നൽകി. അപ്പോൾ കാമാദികൾ ലജ്ജിച്ച് തലതാഴ്ത്തി ഉർവശിയെ സ്വീകരിച്ചുകൊണ്ട് ദേവലോകത്തിലേക്ക് മടങ്ങി. ദേവലോകത്തേക്ക് മടങ്ങി വന്ന കാമാദികളെ കണ്ട ദേവേന്ദ്രന്റെ അവസ്ഥയാണ് പറയുന്നത്. ദൃഷ്ടോർവശീം തവ കഥാം ച നിശമ്യ ശക്ര പര്യാകുലോ വചനി ഭവൻ മഹിമാവമർശാത് ഏവം പ്രശാന്തരമണീയതരാവതാരാത് ത്വത്തോധികോ വരദ കൃഷ്ണതനുസ്ത്വമേവ. താൻ അയച്ചിരുന്ന അപ്സരസ്സുകളുടെ കൂട്ടത്തിൽ വരുന്ന ഉർവശിയെ കാണുകയും ഭഗവാന്റെ കഥകളെല്ലാം കേൾക്കുകയും ചെയ്തപ്പോൾ ഭഗവാന്റെ മാഹാത്മ്യം മനസ്സിലാക്കിയതുകൊണ്ടും ഇന്ദ്രപദവിക്ക് നിരക്കാത്തതായ പ്രവൃത്തി ചെയ്തതുകൊണ്ടുമുള്ള അപകർഷതാബോധം കൊണ്ടും ദേവേന്ദ്രൻ പരിഭ്രമിച്ച് പരവശനായി. പിന്നീട് മേൽപ്പത്തൂർ പറയാണ്: അലയോ വരദാതാവേ, ഇപ്രകാരം പ്രശാന്തനും മനോഹരചരിതനുമായി മറ്റേത് അവതാരമാണുണ്ടായിട്ടുള്ളത്? നാരായണമൂർത്തിയായ ഭഗവാനേക്കാൾ അധികം പ്രശാന്തനും മനോഹരചരിതനുമായി ഒരവതാരമൂർത്തിയേ ഉണ്ടായിട്ടുള്ളൂ. അത് ഭഗവാന്റെ അവതാരമായ കൃഷ്ണൻ തന്നെയാണ്. സന്ദർഭവശാൽ കവിയുടെ കൃഷ്ണഭക്തിയാണ് ഇവിടെ തെളിഞ്ഞു കാണുന്നത്. ദക്ഷയാഗചരിതം ആരംഭിക്കുന്നു. ഭാഗവതത്തിൽ ചതുർത്ഥ സ്കന്ധം 2 മുതൽ 7 വരെ അധ്യായങ്ങളെ കൊണ്ട് വർണ്ണിച്ചിട്ടുള്ള ദക്ഷയാഗ കഥ നാരായണീയത്തിൽ 2 ശ്ലോകം കൊണ്ട് സംഗ്രഹിച്ചിരിക്കുകയാണ്. ദക്ഷസ്തു ധാതുരതിലാളനയാ രജോന്ധോ
നാത്യാദൃതസ്ത്വയി ച കഷ്ടമശാന്തിരാസീത് യേന വ്യരുന്ധസ ഭവത്തനുമേവ ശർവം യജ്ഞേ ച വൈരപിശുനേ സ്വസുതാം വ്യമാനീത്. ബ്രഹ്മാവ് തൻ്റെ പുത്രനായ ദക്ഷനെ അതിയായി ലാളിച്ചു. എന്നുവെച്ചാൽ ദക്ഷനെ പ്രജാപതിമാരുടെ അധിപതിയാക്കി നിശ്ചയിച്ചു. അതാണ് ബ്രഹ്മാവ് ചെയ്ത അതിലാളന എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ രാജസങ്ങളായ ക്രോധമത്സര്യാദികളാൽ ദക്ഷൻ വിവേകശൂന്യനായി തീർന്നു. ഒരിക്കൽ പ്രജാപതിമാരുടെ സത്രത്തിലേക്ക് ദക്ഷപ്രജാപതി കടന്നു ചെന്നു. ബ്രഹ്മാവും ശിവനും ഒഴികെ മറ്റെല്ലാവരും എഴുന്നേറ്റ് ദക്ഷനെ വന്ദിച്ചു. ദക്ഷൻ തൻ്റെ പിതാവായ ബ്രഹ്മാവിനെ വന്ദിച്ച് സദസ്സിലിരുന്നു. തൻ്റെ മകളായ സതിയുടെ ഭർത്താവായ ശിവൻ തന്നെ കണ്ടിട്ട് എഴുന്നേൽക്കാഞ്ഞതിൽ ദക്ഷൻ കോപിച്ചു. സദസ്സിൽ വെച്ച് ശിവനെ വല്ലാതെ അധിക്ഷേപിക്കുകയും ചെയ്തു. ഈയൊരു സംഭവമാണ് ദക്ഷന് ശിവവിദ്വേഷമുണ്ടാകാനായി കാരണമായി തീർന്നത്. ഒരിക്കൽ ശിവന് ഹവിർഭാഗം കൊടുക്കാതെ ഒരു യജ്ഞം നടത്താൻ ദക്ഷൻ തീരുമാനിച്ചു. മകളായ സതിയെ ദക്ഷൻ യാഗവൃത്താന്തം അറിയിക്കുക പോലും ചെയ്തില്ല. ദക്ഷയാഗത്തെപ്പറ്റി കേട്ടറിഞ്ഞ സതി പരമശിവന്റെ ഉപദേശം മാനിക്കാതെ യാഗത്തിന് പുറപ്പെടുകയും യാഗത്തിൽ വെച്ച് പിതാവിനാൽ അപമാനിതയാവുകയും ചെയ്തു. പിന്നീടുണ്ടായ സംഭവങ്ങൾ വിവരിക്കുന്നു. ക്രുദ്ധേശമർദ്ദിതമഖസ്സതു കൃത്തശീർഷോ ദേവപ്രസാദിതഹരാധതലബ്ധജീവ ത്വത്പൂരിതക്രതുവര പുനരാപശാന്തിം സത്വം പ്രശാന്തികര പാഹി മരുത്പുരേശ. ദക്ഷനാൽ അപമാനിതയായ സതീദേവി യോഗാഗ്നിയിൽ ദേഹത്യാഗം ചെയ്തു. ഇതറിഞ്ഞ പരമേശ്വരൻ ക്രുദ്ധനായി തൻ്റെ ജടയിൽ നിന്ന് വീരഭദ്രനെ സൃഷ്ടിച്ചു. അത്യുഗ്രമായ ആ ശൈവ തേജസ് യജ്ഞം തകർക്കുകയും ദക്ഷന്റെ കഴുത്തറക്കുകയും ചെയ്തു. ദേവന്മാരുടെ സ്തുതി കേട്ട് പ്രസന്നനായ ശ്രീ പരമേശ്വരൻ ദക്ഷന്റെ കണ്ഠത്തിൽ ഒരു ആടിന്റെ തലവെച്ച് അദ്ദേഹത്തിന് ജീവൻ നൽകി. ഭഗവത് പ്രസാദത്താൽ പിന്നീട് യജ്ഞം മുഴുമിപ്പിക്കാൻ ദക്ഷന് സാധിക്കുകയും ചെയ്തു. ഇങ്ങനെ ദക്ഷന്റെ അഹങ്കാര വിദ്വേഷങ്ങളെല്ലാം നശിപ്പിച്ച് ഭഗവാൻ ദക്ഷന് മനഃശാന്തി നൽകി. ഇപ്രകാരം അഹങ്കാരികൾക്കും തക്കതായ ദണ്ഡനം നൽകി എല്ലാവർക്കും പരമശാന്തി അരുളുന്ന അലയോ ഗുരുവായൂരപ്പ, തൻ്റെ മനസ്സിനും ശാന്തി നൽകണമേ എന്ന് കവി പ്രാർത്ഥിക്കുന്നു.